മദീനയിലെ വായുവിലൊരു വിചിത്രമായ നിശബ്ദത. പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയെന്ന വാർത്ത പടർന്നു. സ്വഹാബികൾ കരഞ്ഞു, ഹൃദയം തകർന്ന്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കണ്ണു നിറഞ്ഞ് വാളുമായി അദ്ദേഹം നിലവിളിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്നു പറയുന്നവനെ ഞാൻ വാളാൽ വെട്ടും. അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ റബ്ബിനെ കാണാനാണ് പോയത്. ഉടൻ തന്നെ അദ്ദേഹം മടങ്ങി വരും. സ്വഹാബികൾ മിണ്ടാതെ നിന്ന് കരഞ്ഞു. എന്നാൽ ഉടൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അകത്തു കടന്നു. പ്രവാചകന്റെ മുഖം തുറന്ന് മൃദുവായി മുത്തമിട്ട് പറഞ്ഞു, നീ ജീവനോടെയും മനോഹരമായിരുന്നു, മരണത്തിലും അതുപോലെ തന്നെ. പിന്നെ ജനങ്ങളോട് പറഞ്ഞു, മുഹമ്മദിനെ ആരാധിച്ചവർ അറിയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തരിച്ചു. എന്നാൽ അള്ളാഹുവിനെ ആരാധിച്ചവർ അറിഞ്ഞിരിക്കട്ടെ, അള്ളാഹു എന്നും ജീവനുള്ളവനാണ്, ഒരിക്കലും മരിക്കുന്നില്ല. അദ്ദേഹം ഖുറാനിൽ നിന്ന് വായിച്ചു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനല്ലാതെ മറ്റൊന്നുമല്ല. മുമ്പും അനേകം ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരിച്ചാലോ കൊല്ലപ്പെട്ടാലോ നിങ്ങൾ പിന്നോട്ട് തിരിയുമോ? ആ വാക്കുകൾ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിറച്ചു. വാള് നിലത്ത് വീണു. മുട്ടുകൾ ബലഹീനമായി. കണ്ണുനീർ ഒഴുകി പറഞ്ഞു, ഈ ആയത്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ. ഒരിക്കൽ യുദ്ധഭൂമിയിൽ ധൈര്യത്തിന് പ്രതീകമായിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞു. തന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം നഷ്ടമായതുപോലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വെറും ഒരു നേതാവായിരുന്നില്ല, ജീവിതത്തിന്റെ അർത്ഥമായിരുന്നു. ആ ദിവസം മുതൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം ഒരിക്കലും പഴയതായി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ തവണയും പ്രവാചകന്റെ പേര് അദ്ദേഹം കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടി കരയുമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ലോകം വിടുമ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തി. എന്റെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും സമീപം എന്നെയും വിശ്രമിക്കാൻ അനുവദിക്കണം. ആ ആഗ്രഹം അള്ളാഹു നടത്തി കൊടുത്തു. ഇന്ന് ആ മൂവരും, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് വിശ്രമിക്കുന്നു. അതേ മുറിയിൽ, അതേ മണ്ണിൽ, അതേ സ്നേഹത്തിൽ.